ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഹരേ നമഃ. ശ്രീമദ് നാരായണീയം 5-ാമത്തെ ദശകം അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് 9ഉം 10ഉം 2 ശ്ലോകങ്ങൾ കൂടിയുണ്ട് 5-ാമത്തെ ദശകത്തിൽ. അതുകൂടി പഠിക്കാം. ക്ലാസ് എല്ലാവരും കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കണം, പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. നമുക്കിന്ന് 9-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. 5-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം. ഏതേ ഭൂതഗണാസ്തദേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ് നോ ശേഗുർഭുവനാണ്ഡനിർമ്മിതി വിധോ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധസൂക്തിഭിർനുദഗണതത്വാന്യമൂന്യാവിശം ചേഷ്ടാശക്തിമുദീര്യതാനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാഃ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ ഏതേ ഭൂതഗണാ തഥാ ഇന്ദ്രിയഗണാ ദേവാ പ്ലസ് ദേവാശ്ച ജാതാ പൃഥങ് നോ ശേഗുഃ ഭുവനാണ്ഡനിർമ്മിതി വിധോ. ശേഗുഃ പ്ലസ് ഭുവനാണ്ഡനിർമ്മിതി ദേവൈർ അമീഭി പ്ലസ് തഥാ. ദേവൈഹി പ്ലസ് അമീഭി പ്ലസ് തഥാ. അപ്പം ദേവൈരമീഭിസ്തദാ എന്ന് വായിക്കും. അതൊന്നിച്ചിട്ട് 3-ാമത്തെ വരി പദച്ഛേദം നോക്കുമ്പോൾ ത്വം നാനാവിധ സൂക്തിഭിഃ നുദഗണ തത്വാനി അമൂനി ആവിശം. തത്വാന്യമൂന്യാവിശം എന്ന് കാണാം. അത് പിരിക്കുമ്പോൾ നുദഗണ പ്ലസ് തത്വാനി പ്ലസ് അമൂനി പ്ലസ് ആവിശം 3 വാക്കാണ്. അപ്പോൾ തത്വാന്യമൂന്യാവിശം ചേഷ്ടാശക്തി പ്ലസ് ഉദീര്യ. അപ്പം ചേഷ്ടാശക്തി മുദീര്യ ഒന്നിച്ച് വായിക്കും. ഉദീര്യ എന്നാണ് വരിക. എന്നാണ് പിരിക്കുമ്പോൾ വരിക. താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥ. ഹൈരണ്യം പ്ലസ് അണ്ഡം. അപ്പം ഹൈരണ്യമണ്ഡം വ്യഥ. ഇത്രയും പദങ്ങൾ നമ്മൾ പിന്നെ ഈ ശബ്ദം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ശബ്ദം പഞ്ചഭൂതങ്ങളുണ്ടായതെല്ലാം പഠിച്ചു. വായു, അഗ്നി, വെള്ളം, ഭൂമി, ഇതെല്ലാം അതിൽ നിന്നുണ്ടായ തന്മാത്രകൾ അതെല്ലാം പഠിച്ചു. അപ്പോൾ ഇത്രയും അതിന് മുമ്പത്തെ ശ്ലോകങ്ങൾ സൃഷ്ടികളിലും ഓരോന്നും ഉണ്ടായതും നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാം ഉണ്ടായിട്ടും എല്ലാം സൃഷ്ടിച്ചിട്ടും ഇവിടെ ഒരു സൃഷ്ടികർമ്മം ശരിക്കും നടക്കണില്ല. അതാണ് പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഏതേ ഭൂതഗണ എന്ന് പറയുന്നു. ഈ ഭൂതഗണങ്ങളും, അതായത് പഞ്ചഭൂതങ്ങൾ, തഥാ ഇന്ദ്രിയഗണ, അപ്രകാരം ഇന്ദ്രിയഗണങ്ങൾ 10 കർമ്മേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അത് സൃഷ്ടിച്ചു എന്ന് നമ്മൾ പഠിച്ചു അതിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിലൊക്കെ. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ സൃഷ്ടിച്ചു. ഇപ്പോൾ ഇന്ദ്രിയഗണങ്ങളെ സൃഷ്ടിച്ചു. ദേവാച്ച ദേവകളെ സൃഷ്ടിച്ചു. പൃഥക് ജാത അവരൊക്കെ വേറെ വേറെ ആയിട്ടാണ് ഉണ്ടായവയായി. ഇതെല്ലാം സൃഷ്ടിച്ചു, പക്ഷെ വേറെ വേറെ ആയിട്ട് കിടക്കുകയാണെല്ലാം. അവ ഭുവനാണ്ഡ നിർമ്മിതി വിധോ. ഒരു ഭുവനാണ്ഡം അല്ലെങ്കിൽ ഒരു പ്രപഞ്ചം അതിൻ്റെ നിർമ്മാണ വിധിക്ക് നോ ശേഗു പറഞ്ഞാൽ ശക്തനായി തീർന്നില്ല. ഈ ഭൂതഗണങ്ങളുണ്ട്, പഞ്ചഭൂതങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്, ദേവകളുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും അവിടെ ഇവിടെയും കിടക്കുകയാണത്. ഓരോ സ്ഥലത്ത് സൃഷ്ടിച്ചിട്ട് അത് പല ഭാഗത്തായി കിടക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ ശക്തരായില്ല എന്ന് അവർ. അപ്പോൾ അപ്പോൾ അമീഭി ദേവേ, ഈ ദേവതകളാൽ
ഈ ദേവതകളാൽ നാനാവിധ സൂക്തിബി, പല വിധത്തിലുള്ള സൂക്തി പറഞ്ഞാൽ സ്തുതികൾ, സൂക്തി കൊണ്ട് നുതഗുണ സ്തുതിക്കപ്പെടുകയാണ്. സ്തുതിക്കപ്പെട്ട ഗണങ്ങളോട് കൂടിയവനായി ഭഗവാനെ സ്തുതിച്ചു എന്നർത്ഥം ഈ ദേവകൾ. അങ്ങനെ അങ്ങനെ സ്തുതിച്ചപ്പോൾ നിന്തിരുവടി അമൂനി തത്വാനി, ഈ തത്വങ്ങളെ ഇപ്പം സൃഷ്ടിച്ച ഈ തത്വങ്ങളുണ്ടല്ലോ, ഭൂതഗണങ്ങൾ, ഇന്ദ്രിയഗണങ്ങൾ, ദേവതകൾ, ഇവയിലൊക്കെ തത്വങ്ങളെ അവയിലൊക്കെ ആവശ്യൻ പ്രവേശിക്കുന്നവനായി മാറി. ഭഗവാൻ തന്നെ ഈ തത്വങ്ങളിൽ പ്രവേശിച്ചിട്ട് ചേഷ്ടാശക്തി, ഇതിനൊക്കെ ചെയ്യാനുള്ള ശക്തി, ചേഷ്ടാശക്തിയെ, ചലിക്കാനൊക്കെയുള്ള ശക്തിയെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് താനി ഘടയൻ, അവയെ, ആ തത്വങ്ങളെ, നേരത്തെ പറഞ്ഞ ആ തത്വങ്ങളെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്, എല്ലാം ഒന്നിച്ച് ചേർത്താൻ വേണ്ടിയിട്ട് ഹിരണ്യമയമായ സ്വർണമയമായ ഒരണ്ടത്തെ, വലിയൊരു അണ്ടത്തെ വ്യഥ ഉണ്ടാക്കി തീർത്തു. ഭഗവാൻ ഈ തത്വങ്ങളിലെല്ലാം ആവേശിച്ചിട്ട് അതിലേക്കെല്ലാം ചേഷ്ടാശക്തി വേണ്ട പോലെ കൊടുത്ത് അതൊക്കെ ഉണ്ടാക്കി തീർത്തിട്ട് ഇവയെ, ഈ തത്വങ്ങളെയൊക്കെ ഒന്നിച്ച് ഘടിപ്പിക്കാൻ, വേണ്ട വിധത്തിൽ ഒന്നിച്ച് ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ അണ്ടത്തിൻ്റെ രൂപം ഭഗവാൻ തന്നെ എടുത്തു എന്നർത്ഥം. ഇവിടെ പഞ്ചഭൂതങ്ങൾ, പഞ്ച ഇന്ദ്രിയഗണങ്ങൾ, ദേവതകൾ, ഇതൊക്കെ വേറെ വേറെ ആയിട്ട് കിടക്കുകയാണ്. എവിടെയാണോ അതിന് യോജിക്കേണ്ടത് അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഭുവനാണ്ടത്തിൻ്റെ നിർമ്മിതിക്ക് ബ്രഹ്മാവിന് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ദേവതകളെ, ഇപ്പോൾ നമ്മൾ സൃഷ്ടിച്ച ഈ ദേവതകൾ പല വിധത്തിലുള്ള സൂക്തികൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചപ്പോൾ ആ തത്വങ്ങളിൽ പ്രവേശിച്ചിട്ട് ചേഷ്ടാശക്തിയെ കൊടുത്ത് അവയെ ഘടിപ്പിച്ചിട്ട് വലിയൊരു അണ്ഡത്തെ ഉണ്ടാക്കി തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പല വസ്തുക്കൾ ഏകീഭവിച്ച രീതിയിലല്ല അത് കിടക്കണത് എന്നർത്ഥം. പല ഭാഗത്ത് പല സൃഷ്ടികൾ കിടക്കണു. അപ്പോൾ ഇന്ദ്രിയങ്ങളുണ്ട്, പൃഥ്വിയുണ്ട്, ആപ്പുണ്ട്, തേജസ്സുണ്ട്, വായുണ്ട്, ഇങ്ങനെ പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾക്കൊരു വീട് പണിയണം എന്ന് വെച്ചാൽ കല്ല്, കട്ട, തടി, കമ്പി, ഇതെല്ലാം പല പല സാധനങ്ങൾ നമ്മൾക്ക് ഒരു ശില്പിക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആൾക്ക് അത് ഉണ്ടെങ്കിലേ പ്രവർത്തനം നടക്കുള്ളൂ. പക്ഷേ ഈ വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പല പല ഭാഗത്തായിട്ടാണ് അത് കിടക്കണമെന്ന് വെച്ചാൽ ആ വീടിനെ എങ്ങനെ ഉണ്ടാക്കും? കളിമണ്ണ് ഉണ്ടായതുകൊണ്ട് മാത്രം പാത്രം ഉണ്ടാവില്ല. അത് ഒരു കുശവൻ്റെ അല്ലെങ്കിൽ ആ പാത്രം ഉണ്ടാക്കുന്ന ആളുടെ കരസ്പർശം കൊണ്ടേ പാത്രങ്ങൾ രൂപപ്പെടാൻ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ ഭൂതഗണങ്ങൾ, ഇന്ദ്രിയങ്ങളും, ഇന്ദ്രിയാഭിമാനികളെ, ദേവതകളൊക്കെ ഉണ്ടായിട്ടും അതിന് ജഗദണ്ഡം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാം വേറെ വേറെ ആയിരിക്കുന്നതിനെ കൊണ്ടാണെന്ന്. അപ്പോൾ ഈ ഘടകങ്ങളെയെല്ലാം യോജിപ്പിച്ചിട്ട് ഭഗവാൻ അതിൽ പ്രവേശിച്ചിട്ട് വലിയൊരു അണ്ഡമായിട്ട് ഭവിച്ചു. അതിൽ നിന്നാണ് പിന്നെ പ്രപഞ്ചങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. സ്വർണ്ണമയമായ അണ്ടത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ ഇവയെല്ലാം ഘടിപ്പിച്ചിട്ട് അതിൽ ആക്കിയെന്ന്. അടുത്ത ശ്ലോകം നമുക്ക് 10ാമത്തെ ഇതിൻ്റെ ബാക്കി പറയുന്നു. അതിൽ ഹരേ കൃഷ്ണ. നമുക്ക് 10ാമത്തെ ശ്ലോകം, 5ാം ദശകത്തിൽ 10ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. അണ്ഡം തദ്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ഠത് സഹസ്രം സമാം നിർഭിന്ദന്നഗൃധാ ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രേകരപാദമൂർധനിവഹേർ നിശേഷജീവാത്മകോ നിർബാധോസി മരുത്പുരാധിപസമാം ത്രായസ്വ സർവാമയാത്. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കാം. ആദ്യം അണ്ഡം തത് ഖലു പൂർവസൃഷ്ടസലിലേ അധിഷ്ഠത്. തിഷ്ഠത് എന്നാണ് വായിക്കുകയെങ്കിലും അത് അധിഷ്ഠത് എന്നാണ് വാക്ക്. കാരണം ഒരു എഫ് പോലെ ഒരു അടയാളം അവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ള അവിടെ അക്ഷരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പൂർവസൃഷ്ടസലിലേ പ്ലസ് അധിഷ്ഠത് സഹസ്രം സമാ നിർഭിന്ദൻ അഗൃത. നിർഭിന്ദൻ കൃത അല്ല, നിർഭിന്ദൻ പ്ലസ് അഗൃത ചതുർദശ ജഗത് രൂപം.
ചതുർദശ ജഗത് രൂപം. അപ്പം നിർഭിന്ദന്നകൃതാസ് ദശ ജഗത് രൂപം ഒന്നിച്ച് വായിക്കണത്. വിരാടാഹ്വയം സാഹസ്രൈ കരപാദ മൂർധ നിവഹൈ നിശേഷജീവാത്മകോ നിർബാധോ അസി. നിർബാധോ പ്ലസ് അസി, നിർബാധോസി മരുത്പുരാധിപ സ മാം ത്രായസ്വ സർവാമയാത്. ഇത്രയും പദങ്ങൾ നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കാം. തദണ്ഡം ഖലു. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വലിയൊരു സ്വർണ്ണ നിറത്തിലുള്ള വലിയൊരു അണ്ഡ രൂപത്തിൽ ആക്കി ഇതെല്ലാം കൂടി ഭഗവാൻ എന്ന് പഠിച്ചു. ആ അണ്ഡമാകട്ടെ പൂർവസൃഷ്ട സലിലെ, ആദ്യം സൃഷ്ടിക്കപ്പെട്ട സലിലത്തിൽ, അതായത് കാരണജലം എന്നൊക്കെ പറയില്ലേ, ആ കാരണജലത്തിൽ സഹസ്രം സമ 1000 സംവത്സരം അധിഷ്ഠത് സ്ഥിതി ചെയ്തു. ഈ സ്വർണ്ണ രൂപത്തിലുള്ള അണ്ഡം ആ കാരണജലത്തിൽ 1000 സംവത്സരം സ്ഥിതി ചെയ്തു. എന്നിട്ട് അധ ത്വം സ്വയം അനുപ്രവിശ്യ, അനന്തരം ഭഗവാൻ അതിൽ പ്രവേശിച്ചു, ഈ അണ്ഡത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് നിർഭിന്ദൻ, അതിനെ നിർഭേദനം ചെയ്തു, അതിനെ പൊട്ടിച്ചു. നിർഭേദനം ചെയ്തിട്ട് ചതുർദശ ജഗത് രൂപം, 14 ലോകങ്ങളുള്ള ജഗത്തിൻ്റെ രൂപമുള്ള വിരാടാഹ്വയം, വിരാട് എന്നറിയപ്പെടുന്ന ശരീരത്തെ ഭഗവാൻ അത് ആ രൂപത്തിൽ അവതരിക്കുന്ന ആദ്യത്തെ അവതാരമാണത് വിരാട് സ്വരൂപം. അങ്ങനെ 14 ലോകങ്ങളുള്ള വിരാട് സ്വരൂപം എന്ന് പറയുന്ന ആ ലോകത്തെ, ശരീരത്തെ അകൃത ഉണ്ടാക്കി തീർത്തു ഭഗവാൻ. അതിലെന്തൊക്കെയുണ്ട്? ഹേ മരുത്പുരാധിപ, ഹേ ഗുരുവായൂരപ്പ, അതിൽ സാഹസ്രൈ കരപാദമോദ നിവഹരി, 1000 കണക്കിനുള്ള കയ്യ്, കാല്, കരപാദ മൂർധ നിവഹേ പറഞ്ഞ കയ്യ്, കാല്, പാദം, മൂർധാവ് തുടങ്ങിയ അവയവങ്ങളുടെ സമൂഹത്തോടു കൂടിയതും, പിന്നെ നിശേഷ ജീവാത്മക, എല്ലാ ജീവജലങ്ങളുടെയും സ്വരൂപം അതിലുണ്ട്. എല്ലാത്തിൻ്റെയും രൂപം എടുത്തിട്ട് നിർബാധ അസി, അവിടുന്ന് പ്രകാശിക്കുന്നു. ആ അണ്ഡത്തിനെ പൊട്ടിച്ച് പുറത്തു വന്നപ്പോൾ അങ്ങനെ അതിൽ നിന്ന് പ്രകാശിച്ചിട്ട് സത്വം സ, അങ്ങനെയുള്ള അവിടുന്ന് മാം എന്നെ സർവാമയാത്, എല്ലാ അമയങ്ങളിൽ നിന്നും ത്രായസ്വ രക്ഷിക്കണമേ ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇവിടെ. അതായത് അണ്ഡം സ്വർണ്ണ നിറത്തിലുള്ള ആ അണ്ഡം മുൻപ് സൃഷ്ടിച്ച ആ കാരണജലത്തിൽ 1000 സംവത്സരം സ്ഥിതി ചെയ്തു. എന്നിട്ട് അനന്തരം ഭഗവാൻ അതിനെ ഭേദിച്ചു, അതിനെ പൊട്ടിച്ചിട്ട് 14 ലോകങ്ങൾ അതിൽ ഭഗവാൻ പ്രവേശിച്ചിട്ട് അതിനെ ഭേദിച്ചിട്ട് 14 ലോകങ്ങൾ രൂപമായതും വിരാട് എന്ന് പറയപ്പെടുന്ന ആ ശരീരത്തെ ഭഗവാൻ ഉണ്ടാക്കി. അസംഖ്യം കൈകളും പാദങ്ങളും മൂർധാവുകളും മറ്റ് അവയവങ്ങളും ഒക്കെ ഉള്ള എല്ലാ ജീവാത്മാവിൻ്റെയും സ്വരൂപത്തോടു കൂടിയവനായിട്ട് ഭഗവാൻ അതിൽ പ്രകാശിച്ചു അത്രേ. അപ്രകാരമുള്ള നിന്തിരുവടി എന്നെ എല്ലാ ആമയങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. വിരാട് പുരുഷനെ വർണ്ണിക്കുന്ന 6ാം ദശകമാണ് നമ്മൾക്കിനി എടുക്കാനുള്ളത്. വിരാട് സ്വരൂപം പുറത്തു വന്നു എന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി വിരാട് സ്വരൂപത്തിൽ എങ്ങനെയാണ് ഈ പ്രപഞ്ചം എന്നുള്ളതൊട്ടാണ് നമുക്ക് അതിൻ്റെ വർണ്ണനാണ് അടുത്ത ശ്ലോകത്തെ. വിരാട് സ്വരൂപ വർണ്ണത്തിൽ നമുക്ക് എത്രയും വേഗം അത് ക്ലാസ് കുറച്ചുകൂടി ചെറിയ ശ്ലോകങ്ങളായതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ഇടാൻ സാധിക്കും. എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. സൃഷ്ടിയെ പറ്റിയിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് ചൊല്ലാനും തെറ്റുകൂടാതെ ചൊല്ലാനും സാധിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഹരേ കൃഷ്ണ നാരായണ. ഹരേ കൃഷ്ണ. ദശകം 5 വിരാട് പുരുഷോൽപത്തി. നമുക്കത് സമ്പൂർണ്ണമായിട്ട് ഒന്ന് ചൊല്ലിയിടാം. വ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തഥാ മൃദഞ്ജ സമഭൂത് നാന്നോന്ന രാത്രേ സ്ഥിതിഃ തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മനാ
കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയൂ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേൽ സംഭവഃ ഏവം ചദ്യപരാർദ്ധകാലവിഗതാവീക്ഷാം സുസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാദാ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോऽപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദദോസ്തസ്യാ സഹായക്രിയാം മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീദിഗീതോ ഭവാൻ ഭേദേസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോऽപി നൈവാപരഃ കാലാദിപ്രതിബോധിതാദ ഭവതാ സഞ്ചോദിതാജ സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസോ മഹാനുച്യതേ തത്രാസോ ത്രിഗുണാത്മകോ ബീജമഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത് ഉദ്ബോധ നിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്ലസോ സംഭുഷ്ടം ത്രിഗുണൈസ്തമോദി ബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത് സോഹം ച ത്രിഗുണക്രമാ ത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസാ വിധിഭവന്നാദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാ വാദാർക്കപാശ്യശ്വിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ ഭൂമന്മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താക്യവൃത്യന്വിതം തച്ഛാന്തകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്തോദ്ബലാദ് ശബ്ദാദ്യോമ തദസ്സർശിത വിഭോ സ്പർശം തദോ മാരുതം തസ്മാദ്രൂപമദോ മഹോദജരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാദ് ഏതേ ഭൂതഗണാസ്തദീന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ് നോശേ ഗുർഭുവനാണ്ഡനിർമ്മിതിവിധോ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധസൂക്തിഭിർനുദഗണതത്വാന്യമൂന്യാവിശം ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാഃ അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ഠത് സഹസ്രം സമാ നിർഭിന്ദന്നഗൃതാ ചതുർദശ ജഗത് രൂപം വിരാടാഹ്വയം സാഹസ്രേ കരപാദമൂർധനിവഹേത് നിശേഷജീവാത്മകോ നിർബാധോऽസി മരുത്പുരാധിപസമാം ത്രായസ്വ സർവാമയാത്. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീഹരേ നമഃ.